വാഴ ടു വാഴ ടൂവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വലിയ പ്രതീക്ഷയോട് വാഴ വണ്ണിൻ്റെ കളക്ഷനൊക്കെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ്. പക്ഷേ വമ്പൻ കളക്ഷനാണ്, തിയേറ്റർ ഇളക്കി മറിക്കുന്ന കളക്ഷനാണ് വാഴ ടൂവിന് നമുക്ക് കാണാൻ പറ്റുന്നത്. പുതുമുഖ സംവിധായകൻ, പുതുമുഖ നടന്മാർ എല്ലാവരും കൂടെ തകർത്തു വാഴുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 100 കോടി അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഉറപ്പാക്കിയിരിക്കുകയാണ് 100 കോടി. അത് ചിലപ്പോൾ 200 കോടിയിലൊക്കെ ചെന്ന് നിൽക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആ രീതിയിലുള്ള കൊലത്തൂക്ക് എന്നൊക്കെ പറയുന്ന കളക്ഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നമുക്ക് കളക്ഷൻ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ തിങ്കളാഴ്ച ദിവസമൊക്കെ ഇമാതിരി കളക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് ആ ചിത്രത്തിൻ്റെ ഹൈപ്പങ്ങ് വളരെ വലുതാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ തിങ്കളാഴ്ച ദിവസം 13,15,00,000 ഈ ചിത്രം എത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ മാത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ശനിയല്ല, ഞായറല്ല, ഒരു അവധി ദിവസമല്ല. എന്നിട്ട് പോലും 13,15,00,000 വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം കളക്ഷൻ കാണിക്കുന്നു. കേരളത്തിൽ നിന്ന് 7,40,00,000 നേടിയപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ ചിത്രം 90,00,000 ഇന്നലെ ആക്ട് ചെയ്തത്. ഓവർസീസ് കളക്ഷനായിട്ട് 4,85,00,000 ഇന്നലെ കളക്ട് ചെയ്തു. അങ്ങനെയാണ് 13,15,00,000 എത്തുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 80 കോടി രൂപയ്ക്ക് മുകളിലാണ്. 80,07,00,000 ചൊവ്വാഴ്ച ദിവസം ഈ രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രീഫെയിൽ കളക്ഷൻ നോക്കുമ്പം 5-ാം ദിവസം തിങ്കളാഴ്ച 3,60,00,000 പ്രീഫെയിൽ കളക്ഷൻ പ്രതീക്ഷിച്ചതെങ്കിൽ ഇന്ന് അത് 3,72,00,000 എത്തുന്നു എന്നുള്ളതാണ്. അപ്പം ചൊവ്വാഴ്ച ദിവസം തിങ്കളാഴ്ചയേക്കാൾ കളക്ഷൻ നേടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഒരു 13.5 കോടി 14 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇന്നുകൊണ്ട് ഏകദേശം 94 കോടിയിലേക്ക് ഈ ചിത്രം എത്തുന്നു. 6 ദിവസം കൊണ്ട് 94 കോടിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇതൊരു ലാലേട്ടൻ ചിത്രമല്ല, സൂപ്പർ താരങ്ങളുള്ള ചിത്രമല്ല. എന്നിട്ട് പോലും ഈ രീതിയിലുള്ള കളക്ഷൻ നേടുക എന്ന് പറയുന്നത് വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്ന് 100% ഉറപ്പാക്കാം അല്ലേ. അങ്ങനെ 7-ാമത്തെ ദിവസം ബുധനാഴ്ച കൊണ്ട് ഈ ചിത്രം 100 കോടിയും കടന്ന് ഒരുപക്ഷെ 105 കോടിയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് 200 കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ 2-ാമത്തെ ചിത്രം അടുപ്പിച്ച് 100 കോടി നേടുന്നു എന്നുള്ളതാണ്. നേരത്തെ ആട് 2, ഇപ്പം വാഴ 2, ഇനിയും വരാൻ കിടക്കുന്നത് ദൃശ്യം 2. അപ്പം 2 എല്ലാം ഇങ്ങനെ 100 കോടി അടിച്ചു മാറുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. ഏതായാലും കാത്തിരുന്ന് കാണാം ഈ ചിത്രം എവിടെ വരെ എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരള കളക്ഷൻ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ വമ്പൻ ഹൈപ്പിൽ തന്നെ ഈ ചിത്രം മുന്നേറുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റുന്നു. പക്ഷേ ഇത്രമേൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. 5 ദിവസം കൊണ്ടൊക്കെ ഈ മാതിരി കളക്ഷൻ നേടുക എന്ന് പറയുന്നത്, 7 ദിവസം കൊണ്ടൊക്കെ 100 കോടി കടക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നമ്മൾ ആദ്യമേ തന്നെ പ്രതീക്ഷിച്ചു ഇതൊരു 100 കോടി ചിത്രമാകും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ ഈ മാതിരി കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചില്ല. വമ്പൻ കളക്ഷനുമായിട്ട് മുന്നേറട്ടെ. പ്രത്യേകിച്ച് തിങ്കളാഴ്ചത്തെ കളക്ഷനൊക്കെ നമ്മളെ ഞെട്ടിപ്പിച്ചു. കാരണം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇതൊക്കെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ചൊവ്വാഴ്ച ഉണ്ടാവുക. ഏകദേശം 10-12 കോടി 13 കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ വേൾഡ് വൈഡായിട്ടൊക്കെ നേടുക എന്ന് പറയുമ്പോൾ വമ്പൻ കളക്ഷൻ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോഴും ബുക്ക് മൈ ഷോയിലൂടെ ഏകദേശം 21,000 ടിക്കറ്റ് മണിക്കൂർ വിറ്റുമാറുന്നു ആയിട്ടാണ് കാണുന്നത്. 20,000-ന് മുകളിൽ ടിക്കറ്റ് വിറ്റുമാറുന്നു. അപ്പം നാളെയും വമ്പൻ കളക്ഷൻ നേടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ വാഴ 2 വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്നു. പൊളിച്ചു മക്കളെ, പൊളിച്ചടിക്ക്. അപ്പം വാഴ കാണാത്തവർ പോയി കാണുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.